ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ മീനില്ലാതെ മീൻകറിയുടെ അതേ രുചിയിൽ കോവയ്ക്ക കൊണ്ടൊരു മീൻകറി ഒരിക്കൽ കഴിച്ചു നോക്കിയാൽ പിന്നെയും ഇതൊന്ന് ട്രൈ ചെയ്യാൻ തോന്നും കേട്ടോ. അത്രയും അടിപൊളിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് ഒരു തക്കാളി, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതുപോലെ 3 ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ കോവയ്ക്കയിലേക്ക് നമ്മൾ വേവിക്കാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ. അപ്പോൾ നമ്മളെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പൊടികളുടെയും നാളികേരത്തിൻ്റെ ഒക്കെ പച്ചമണം വിടുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അധികം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതൊന്ന് കാച്ചിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ മീൻ കറിക്കൊക്കെ താളിക്കുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് താളിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കളറിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കാച്ചിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിന് ഭയങ്കര സ്വാദാണ് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമുക്ക് കമൻസിലൊന്ന് അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളും അതേപോലെ തന്നെ രുചികരമായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.